ഹായ്, ഹലോ, എല്ലാവർക്കും നമസ്കാരം. ഞങ്ങളിന്ന് അബുദാബി ബാബ്സ് മന്ദിരത്തിൽ പോവുകയാണ്. ഇത് എൻ്റെ ഫ്രണ്ട് നിതിൻ ഭായ്. ഹായ്, നമസ്കാരം. അവരുടെ വൈഫുണ്ട്, ഇത് എൻ്റെ വൈഫ്. അപ്പോൾ 4 പേര് കൂടിയിട്ടാണ് പോകുന്നത്. അപ്പോൾ അവിടുത്തെ കുറച്ച് വിശേഷങ്ങൾ നിങ്ങളെ അറിയിക്കാം. അതോടൊപ്പം ഞാനൊരു ലൈവ് പെയിൻറ്റിങ് കൂടി ചെയ്യുകയാണ്. അപ്പോൾ അവിടെയുള്ള കൂടുതൽ വിശേഷങ്ങൾ അവിടെ എത്തി ഞങ്ങൾ നിങ്ങളെ കാണിക്കുന്നതായിരിക്കും. പിന്നെ ഞങ്ങളിപ്പോൾ ദുബായ് എത്തി. ഇനി ഒരു അരമണിക്കൂർ കൂടി വേണം. അപ്പോൾ നമുക്ക് അവിടെ വെച്ച് കാണാം. അപ്പോൾ നമ്മൾ അമ്പലത്തിൽ എത്താനായി. ഒരു 5 മിനിറ്റും കൂടി ആയി കഴിഞ്ഞാൽ നമ്മളിവിടെ ലാൻഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇറങ്ങുമ്പോൾ നിങ്ങളൊക്കെ കാണിച്ചു തരുന്നുണ്ട് ഇവിടുത്തെ അവസ്ഥ കാര്യങ്ങളൊക്കെ. അമ്പലം ചെറുതായിട്ട് കാണാൻ പറ്റുന്നുണ്ട് നമുക്ക് ഇവിടുന്ന്. ഇത് കുറച്ചും കൂടി പോയാൽ മതി, നമുക്ക് അവിടെ പാർക്കിങ്ങിലെത്താം. അമ്പലം കോമ്പൗണ്ടിൻ്റെ ഉള്ളിൽ പ്രവേശിക്കണമെങ്കിൽ രജിസ്റ്റർ ചെയ്യണം ഓൺലൈനിലായിട്ട്. അപ്പോൾ QR കോഡിൻ്റെ ഒക്കെ ഇത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മളെ ഡീറ്റെയിൽ വെച്ച് നമുക്ക് ഓൺലൈൻ നമുക്ക് തന്നെ ചെയ്യാൻ പറ്റും. അത് കഴിഞ്ഞാൽ സെക്യൂരിറ്റി ചെക്കൊക്കെ കഴിഞ്ഞിട്ടാണ് നമ്മൾ ഉള്ളിലേക്ക് കടത്തുക. അമ്പലം സന്ദർശിക്കാൻ വരുന്നവർക്ക് ഫ്രീ ആയിട്ട് പാർക്ക് ചെയ്യാനുള്ള വിശാലമായ സൗകര്യം ഇവിടെ ഉണ്ട്. ഈ ക്ഷേത്രത്തിൽ എല്ലാ വിഭാഗം ആൾക്കാർക്കും സന്ദർശിക്കാവുന്നതാണ്. ജാതി മത ഭേദമന്യേ എല്ലാവർക്കും പ്രവേശിക്കാൻ സന്ദർശിക്കാം. അങ്ങനെ സെക്യൂരിറ്റി എൻട്രൻസ് പാസ് ഉണ്ട്. ഞങ്ങൾ ഉള്ളിൽ കയറി. ശരിക്ക് എയർപോർട്ടിലൊക്കെ പോകുന്ന പോലെ സ്കാനിങ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അത്യാവശ്യമായ സാധനങ്ങൾ മാത്രമേ കൊണ്ടുപോകാൻ പറ്റൂ. പുറത്തുനിന്ന് ഫുഡോ കാര്യങ്ങളൊന്നും കൊണ്ടുപോകാൻ പാടില്ല. നമുക്ക് കയറി ചെന്നാൽ ഉടനെ കാണാൻ പറ്റുന്ന സ്ഥലങ്ങളൊക്കെയാണ് ഇതൊക്കെ. ഈ ക്ഷേത്രത്തിൻ്റെ ഫ്രണ്ട് സൈഡാണ്. നല്ല രസമായിട്ടുണ്ട്, കാണാനും മനോഹരമായിട്ടുണ്ട്. അടുക്കും ചിട്ടയും അതിൻ്റെ വൃത്തിയും കാര്യങ്ങളും ടൈൽസൊക്കെ കണ്ടാൽ മനസ്സിലാവുമല്ലോ എത്ര വേണ്ടി അവർ കെയർ ചെയ്യുന്ന വൃത്തിയും കാര്യങ്ങളൊക്കെ. അപ്പോൾ ക്ഷേത്രം ഇങ്ങനെ മുന്നേ വെച്ച് കാണുമ്പോൾ എന്തൊരു ഭംഗിയാണ്, നല്ല രസമായിട്ടും തോന്നുന്നു. ഈ അമ്പലത്തിൻ്റെ കൺസ്ട്രക്ഷൻ തന്നെ ഒരു പ്രത്യേക രീതിയിലാണ് നിർമ്മിച്ചിരിക്കുന്നത്. അതായത് ഇതിൻ്റെ 7 ഗോപുരങ്ങൾ UAE 7 എമിറേറ്റുകളെ അടയാളങ്ങളാണ്. ക്ഷേത്രത്തിൻ്റെ താഴത്തെ ഭാഗത്ത് ചുറ്റിലും നീർച്ചാല് പോലെ ജലാശയങ്ങൾ പോകുന്നത് കാണാം. ഇത് ത്രിവേണി സംഗമം എന്ന കോൺസെപ്റ്റിലാണ് നിർമ്മിച്ചിരിക്കുന്നത്. ഗംഗയും യമുന, സരസ്വതി എന്നീ പുണ്യനദികളെ പ്രതിനിധീകരിക്കുന്ന ജലധാരകൾ സംഗമിക്കുന്ന സ്ഥലമാണ്. ആ ഒരു ആശയത്തിലാണ് നീർച്ചാലുകൾ ക്ഷേത്രത്തിന് ചുറ്റും കൊടുത്തിരിക്കുന്നതെന്നാണ് അറിയാൻ പറ്റിയത്. ഈ ക്ഷേത്രം നിർമ്മിച്ചിരിക്കുന്നത് രാജസ്ഥാനിൽ നിന്നുള്ള പിങ്ക് സ്റ്റോൺ കൊണ്ടും പിന്നെ ഇറ്റാലിയൻ മാർബിളും കൊണ്ടാണ്. അമ്പലത്തിനകത്ത് വീഡിയോ ഷൂട്ട് ചെയ്യാൻ അലൗഡ് അല്ല, അതുകൊണ്ട് തന്നെ അകത്തുള്ള വീഡിയോ ചെയ്യാൻ പറ്റിയില്ല. ക്ഷേത്രത്തിനകത്ത് ഒരുപാട് ദൈവപ്രതിഷ്ഠകളുണ്ട്. ശിവപാർവതി, കൃഷ്ണരാധ, ബാബ്സ്, സ്വാമിനാരായണ ശാസ്ത, അയ്യപ്പസ്വാമി, അങ്ങനെ ഒരുപാട് പ്രതിഷ്ഠകൾ ഉള്ളിൽ കയറി കാണാം. ക്ഷേത്രത്തിൻ്റെ കൊത്തുപണിയെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഒരത്ഭുതം തന്നെ, ഒരു രക്ഷയില്ല. അത്രയും മെനക്കെട്ട് ചെയ്ത വർക്കുകളാണ്. അപ്പോൾ ഇത് നമുക്ക് കണ്ടാലും മനസ്സിലാവും എത്ര ശില്പങ്ങൾ അതിൽ കാണുന്നത്. അതും അത്രയും മൈന്യൂട്ടായിട്ട് ചെയ്തിട്ടുണ്ട്. ക്ഷേത്രത്തിൻ്റെ കൊത്തുവർക്കിൻ്റെ വ്യാപ്തി മനസ്സിലാക്കാൻ നേരിട്ട് കണ്ടാലേ അത് പറയാൻ പറ്റും. ഇപ്പോൾ ഈ വീഡിയോയിൽ കാണുന്നതന്നെ നമുക്ക് മനസ്സിലാക്കാം എത്രത്തോളം ഉണ്ടെന്ന്. അത്രയും ഉണ്ട്, നമുക്ക് ഒരു ദിവസം കണ്ടാലൊന്നും തീരാത്തത്രയും ഈ വർക്കുകളുണ്ട്. അപ്പോൾ ഇതിൽ പുരാണങ്ങളും ഐതിഹ്യങ്ങളാണ് ഇതിൽ കുറേ ഉള്ളത്. രാമായണവും മഹാഭാരതവും ഈജിപ്ഷ്യൻ സംസ്കാരവും അങ്ങനെ അറബ് സംസ്കാരം, സിവിലൈസേഷൻ, അങ്ങനെ ഒരുപാടുണ്ട്. കഥകൾ അറിയുന്നവർക്ക് ഇത് നോക്കിയാൽ മനസ്സിലാവും. അങ്ങനെ ഞങ്ങൾ കറങ്ങി ഏകദേശം സന്ധ്യയായി. നല്ല ലൈറ്റും കാര്യങ്ങളൊക്കെ ആകുമ്പോൾ അമ്പലത്തിന് ഒന്നും കൂടി കാണാൻ ഭംഗി കൂടി. ഞങ്ങളിവിടെ ഒരു 4 മണിയാകുമ്പോൾ എത്തിയിരുന്നു. ആ സമയത്ത് വലിയ ആൾക്കാർ തിരക്കൊന്നും കാര്യങ്ങളൊന്നും ഉണ്ടായില്ല. വൈകുന്നേരം ആകുമ്പോഴേക്കും ആൾക്കാർ കൂടിക്കൊണ്ട് വരുന്നുണ്ട്.
സമയം ഏകദേശം 7 മണിയായി. അപ്പോൾ ഇവിടെ ആരതിക്കുള്ള ഒരുക്കങ്ങളൊക്കെ നടക്കുന്നുണ്ട്. അപ്പോൾ അതിനൊക്കെ വെയിറ്റ് ചെയ്യാനുള്ള സമയമില്ല. ഞങ്ങൾക്ക് കുറേ വൈകി, ഞങ്ങൾ കുറച്ച് നേരത്തെ എത്തുന്നതുകൊണ്ട് കുറേ കൂടെ കറങ്ങി. ഇനിയപ്പോൾ ഇതൊക്കെ കഴിയാൻ നിന്ന് കഴിഞ്ഞാൽ കുറേ വൈകും. അങ്ങനെ ഞങ്ങൾ അമ്പലത്തിന് താഴെ ഇറങ്ങി നോക്കുമ്പോഴാണ് അമ്പലത്തിൻ്റെ ശരിക്കുള്ള ആ ഒരു ഭംഗി, ലൈറ്റും കാര്യങ്ങളൊക്കെ വരുമ്പോൾ കാണാൻ പറ്റുന്നത്. വരുന്ന വഴിയിൽ പ്രസാദം കൊടുക്കുന്നത് കണ്ട്, അപ്പോൾ അങ്ങനെ പ്രസാദം കൂടി വാങ്ങി ഞങ്ങൾ പ്രസാദം കൂടി കഴിച്ച് അങ്ങനെ പാർക്കിങ്ങിൽ വെച്ച് ഞാൻ വരാൻ സ്റ്റാർട്ട് ചെയ്തു. അമ്പലത്തിൻ്റെ ഒരു സൈഡ് കാണുന്ന രീതിക്കാണ് വരക്കുന്നത്.
അങ്ങനെ ഇന്നത്തെ അമ്പല ദർശനം കഴിഞ്ഞ് റൂമിലോട്ട് പോകുന്ന വഴിയാണ്. സമയം ഒരുപാട് വൈകി, ഏകദേശം 11 മണിയൊക്കെ ആയി. നമുക്കിനി ഷാർജ വരെ പോകേണ്ടതാണ്. ട്രാഫിക് കുറവായതുകൊണ്ട് പെട്ടെന്ന് എത്തുമെന്ന് വിചാരിക്കുന്നു. UAE-യിലുള്ളവർ ഒരിക്കലെങ്കിലും അബുദാബി അമ്പലം പോയെന്ന് കാണേണ്ടതാണ്. അത്രയ്ക്ക് മനോഹരമായ നിർമ്മിതിയാണ്. നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക്, കമൻറ്റ്, ഷെയർ ചെയ്യണേ. അടുത്ത വീഡിയോയിൽ കാണുന്നവർക്കും എല്ലാവർക്കും ബൈ. താങ്ക് യു.